ഹലോ കൂട്ടുകാരെ, അങ്ങനെ യാത്ര പറഞ്ഞ് അലീനോട് യാത്ര പറഞ്ഞ് സ്റ്റാൻലിയുടെ ബംഗ്ലാവിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനോട് പറയും, മോളെ ഞാനിന്ന് ഇറങ്ങാൻ നോക്കട്ടെ, ഇനി അധികം വൈകുന്നില്ല എന്ന്. അപ്പോൾ അലീന പറയും, അച്ഛൻ പോവുകയാണല്ലേ, അച്ഛൻ പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ വിഷമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ അലീന ഉപദേശിക്കുകയാണ്, ഇനി മുതൽ ഇതാണ് നിൻ്റെ വീട്, നിൻ്റെ അപ്പനുണ്ട് നിനക്ക് കൂടെ, ഇത് നിൻ്റെ സ്വന്തം വീടായിട്ട് തന്നെ കരുതണം എന്ന് പറയുകയാണ്. ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, താങ്ക് യു ബാലചന്ദ്രൻ, എന്തായാലും നിങ്ങളിതൊക്കെ ചെയ്തതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയും, ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കണം, അവളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അവളൊരു ശല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ടോ തീരുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു മിസ് കോൾ മാത്രം അടിച്ചാൽ മതി, അപ്പോഴേക്കും ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ബാലചന്ദ്രൻ, ഇതെൻ്റെ മകളല്ലേ എന്ന്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ വന്ന് കാറിൻ്റെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയും, മോളെ ലഗേജൊക്കെ എടുക്കാനില്ലേ, ലഗേജൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഒരു ഡിക്ക് തുറന്ന് 2-3 ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്നെന്തായാലും ഇവിടെ നിന്ന് പുനലൂരിൽ നിന്ന് പോകുന്നില്ല, പുനലൂരിൽ ഏതെങ്കിലും ഒരു ഹോട്ടലോ റൂം എടുത്ത് താമസിക്കുകയുള്ളൂ. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് ചോദിക്കും, കൊണ്ടുപോയി വിട്ടല്ലേ എന്ന്. അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല എന്ന്. അപ്പോൾ അലീന പറയാണ്, അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് അച്ഛനെന്നെ ഇവിടെ ഒരു കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അച്ഛനെല്ലാവരും ഉണ്ട്, 3 മക്കളുണ്ട്, എനിക്കാണ് ഇപ്പോൾ ആരുമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അമ്മ വന്നാലും അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ആ 3 മക്കളുടെ കാര്യവും അച്ഛൻ ആലോചിക്കണം, അവർക്കും കൂടി താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ അച്ഛൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നമുക്ക് നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അച്ഛാ, അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്നൊക്കെ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് തട്ടിയിട്ട് പറയും, മോൾ വിഷമിക്കേണ്ട, എപ്പോൾ മോൾക്ക് ആവശ്യം വന്നാലും ആ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവുന്നു. പിന്നെ നീ ചെയ്തു തന്ന കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു കൂട്ടായിട്ട്, എനിക്കൊരു തണലായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്കതില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന്. അപ്പോൾ അലീന അവിടെ നിന്ന് കരയുകയാണ്. അച്ഛാ എന്ന് പറഞ്ഞ് കൈയൊക്കെ പിടിച്ചിട്ട് കരയുകയാണ്. ബാലചന്ദ്രൻ പറയും, സാരമില്ല, നീ ഇതിപ്പോൾ നിൻ്റെ അപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഇത്രയും കാലം നിനക്കുണ്ടായ വിഷമങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൻ്റെ ഈ മാറ്റം. അങ്ങനെ എല്ലാത്തിനെയും പോസിറ്റീവായി കണ്ടിട്ട് വേണം നീ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ കാര്യങ്ങളോടൊക്കെ നീ ഇണങ്ങണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ശരി അച്ഛാ എന്ന് പറഞ്ഞ് അലീന യാത്രയാകാൻ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എന്നാൽ ശരി മോളെ, ഇനി ഞാൻ ലേറ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ വണ്ടിയിൽ കയറിയിട്ട് യാത്രയാവുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് അവിടെ സ്റ്റാൻലി നിൽക്കുന്നുണ്ട്. അവരുടെ യാത്ര പറച്ചിൽ കണ്ടപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായി അവരുടെ സ്നേഹത്തിൻ്റെയും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെയും ആഴം. അങ്ങനെ അലീന ബാഗ് എടുത്ത് ഇങ്ങനെ ബാലചന്ദ്രൻ പോയി കഴിഞ്ഞാൽ കുറേ നേരം വണ്ടിയുടെ പിന്നിൽ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, മോളെ ലഗേജൊന്നും നീ എടുക്കണ്ട, ഇവിടെ സ്റ്റാഫുണ്ട്, ആൻ്റപ്പനെ വിളിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, വേണ്ട ഞാൻ എടുത്തോളാം, ഇതൊക്കെ എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും സ്റ്റാൻലി ആൻ്റപ്പ എന്ന് പറഞ്ഞാൽ ആൻ്റപ്പനെ വിളിക്കുകയാണ്. അപ്പോഴത്തേനും ആൻ്റപ്പൻ ഓടി വരും. കാരണം ആൻ്റപ്പൻ ഓടി വന്നതിന് ശേഷം പറയും, എന്ത് സാർ വിളിച്ചതെന്ന്. തന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ, ഈ ലഗേജ് എടുക്കേണ്ട കാര്യം ഇതൊക്കെ കണ്ടറിഞ്ഞ് താൻ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുകയാണ് ആൻ്റപ്പൻ്റെ അടുത്ത് സ്റ്റാൻലി. അപ്പോൾ ആൻ്റപ്പൻ പറയും, സാർ ഞാൻ ഇപ്പോൾ എടുത്തോളാമെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അലീനയ്ക്കുള്ള മുറിയൊക്കെ ഒരുക്കിയിട്ടില്ലേ എന്ന്. ഒരുക്കിയിട്ടുണ്ട് സാർ എന്ന് പറയുകയാണ്. അപ്പോൾ ആൻ്റപ്പൻ പറയും, മാം സാബ് ഈ ബാഗൊക്കെ ഞാൻ എടുത്തോളാമെന്ന്. അപ്പോൾ അലീന പറയും, എന്നെ മാം സാബ് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, അലീന എന്ന് വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ അപ്പോൾ എന്നിട്ട് ആൻ്റപ്പനെ ബാഗ് എടുക്കാൻ നോക്കിയപ്പോൾ അലീന പറയും, വേണ്ട, ഈ ബാഗ് എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, അത് എനിക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അത് വേണ്ട, ആൻ്റപ്പൻ എടുത്തോളൂ ആ ബാഗ്, നീ എടുക്കണ്ട എന്ന്. അപ്പോൾ അലീന പറയും, ഇതിനേക്കാൾ കൂടുതൽ ഭാരമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല എന്നൊരു ബാഗ് അലീന തന്നെ, ആ 3 ബാഗുകളുണ്ട്, അത് അലീന തന്നെ എടുക്കുകയാണ്. അങ്ങനെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് അലീനേനെ. അപ്പോൾ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ റൂമിൻ്റെ വാതിൽ, മുകളിലാണ് റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ വലിയൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ നല്ലൊരു ബെഡുണ്ട്, ഒരു സോഫ സെറ്റ് ഉണ്ട്, പിന്നെ എല്ലാവിധ സൗകര്യമുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം.
അപ്പോൾ അലീന പറയും എനിക്ക് ഇത്ര വലിയ ബെഡ്റൂമൊന്നും വേണ്ട, ഇതിനേക്കാൾ ചെറിയൊരു ബെഡ്റൂം മതി, ഒരു കട്ടിലും അതുപോലെ തന്നെ ഈ ബാഗൊക്കെ വയ്ക്കാൻ ഒരു അലമാരയും, ബാഗിലുള്ള സാധനങ്ങൾ വയ്ക്കാൻ ഒരു അലമാരയും മാത്രം മതിയെന്ന്. അപ്പോൾ ആൻ്റപ്പൻ പറയും അയ്യോ ഈ വീട്ടിൽ ഈ റൂമിനേക്കാൾ വലുതാണ് ബാക്കിയുള്ള റൂമുകളൊക്കെ, ഇതാണ് പിന്നെയും ചെറിയ റൂമെന്ന്. അപ്പോഴേക്കും അവിടെയുള്ള 2 നായക്കുട്ടികൾ അവിടെ ആ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഓടി വന്ന് അലീനയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അലീനേനെ കണ്ടപ്പോൾ അലീന ചോദിക്കും നിങ്ങളെവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ അടുത്ത് തന്നെ എനിക്കും കിടന്നാൽ മതി കേട്ടോ എന്ന് പറയുകയാണ് അലീന. അപ്പോഴേക്കും സ്റ്റാൻലി അവിടേക്ക് വരും. അങ്ങനെ സ്റ്റാൻലി വന്നിട്ട് സ്റ്റാൻലി നായക്കുട്ടികളോട് പറയും നിങ്ങൾ അവരെ പേര് വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇനി റൂമിലോട്ട് കയറരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവർ അങ്ങോട്ട് പുറത്തേക്ക് അതൊക്കെ അനുസരിച്ച് ആ നായക്കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അലീനോട് സ്റ്റാൻലി പറയും എന്തൊക്കെയാണ് നിനക്ക് വേണ്ട സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം നമുക്ക്, പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ വേണമെന്ന്. അപ്പോൾ അലീന പറയും എനിക്ക് ഡ്രസ്സുകളൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, അപ്പോൾ അതുപോലെ ജീവിക്കണം, നിനക്ക് എന്തൊക്കെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണോ വേണ്ടത് അതൊക്കെ ലിസ്റ്റ് തന്നാൽ മതി, ആൻ്റപ്പൻ അതൊക്കെ വാങ്ങിച്ചോളും എന്ന് പറയുകയാണ്. നമുക്കിനി എന്തൊക്കെയാണ് നിനക്ക് ഇവിടെ ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, ആൻ്റപ്പനൊക്കെ വാങ്ങിച്ചോളും. അപ്പോൾ അലീന പറയും എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ വണ്ടി ഓടിച്ച് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ദൂരം അവന് വണ്ടി ഓടിക്കാനുള്ള ഒരു ശക്തി പോലും ഇല്ല, അവൻ്റെ മനസ്സ് അത്രയും തകർന്നിരിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ നിർത്തി ഇട്ടിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഫോൺ നോക്കിയപ്പോൾ അത് മനു ആണ്. അങ്ങനെ മനു ചോദിക്കും എന്താ അങ്കിൾ, എന്തായി അങ്കിൾ എവിടെയാണ്? അപ്പം ഞാനിവിടെ കുളത്തൂപ്പുഴയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പുനലൂർക്ക് എന്ന്. അതെ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന്. ബാലേന്ദ്രൻ പറയും അവളുടെ യഥാർത്ഥ ഉടമ അവളുടെ പപ്പേനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്ന്. അപ്പോൾ അവിടെ വേറെ ആരൊക്കെയുണ്ട് അങ്കിൾ എന്ന് ചോദിക്കണം. അയാൾക്ക് ഭാര്യയും കുടുംബമൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ കൊല്ലത്ത് അഞ്ചലിലുള്ളൊരു വീട്ടിലാണ്, ഇവിടെ ഇയാളും ഇയാളുടെ സ്റ്റാഫുകളും മാത്രമേ ഉള്ളൂ എന്ന്. അല്ല അങ്കിൾ ഇതിപ്പോൾ പ്രശ്നമാവില്ലേന്ന്. ബാലേന്ദ്രൻ പറയും പ്രശ്നമാവും, അതിപ്പോൾ എന്തായാലും നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, കാരണം അവളുടെ അപ്പൻ്റെ അടുത്താണല്ലോ അവൾ നിൽക്കുന്നത്, പിന്നെ പ്രശ്നം എന്തെങ്കിലും കുളത്തുപുഴയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ മാനേജ് ചെയ്തോളൂ, നമ്മളതലിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. പക്ഷേ ആ മറുപടിയിൽ മനുവിന് സംതൃപ്തനല്ല, കാരണം മനുവിന് നല്ല ടെൻഷനുണ്ട്. ബാലചന്ദ്രൻ സംതൃപ്തനല്ലെങ്കിൽ കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചതിൻ്റെ സമാധാനം മാത്രമേ ബാലചന്ദ്രനുള്ളൂ, പക്ഷേ സന്തോഷമില്ല. അപ്പോൾ മനു പറയും അങ്കിൾ ഞാനിവിടെ നെടുമ്പുരയ്ക്കൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നീ എന്താ അവിടെ വന്നിട്ടുള്ളത് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ ആൻറ്റിയും കൊണ്ട് വന്നതാണ്. ഓ വൈജ വന്നോ? ഓ ജയിച്ചെന്നുള്ള മട്ടിലായിരിക്കില്ലേ വൈജ വന്നിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ തന്നെയാണ് ആങ്കിൾ എന്ന് പറയും. ബാലചന്ദ്രൻ പറയും അവൾക്കറിയില്ലല്ലോ അവൾ തോൽക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ മനു പറയും അങ്കിൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് മനുവും ബാലചന്ദ്രനെ ഉപദേശിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും ശരിയെന്നാ, എന്തായാലും നീ അവിടെ നിന്നോ, ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയണം. പിന്നെ പുനലൂർ താമസിക്കുന്ന കാര്യമൊന്നും ബാലചന്ദ്രൻ പറയുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ വൈജയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കണം. അതായത് വൈജ വന്നിട്ട് മുക്കും മൂലയൊക്കെ തിരയണം, എന്തെങ്കിലും സാധനങ്ങൾ അലീനയുടെ ഇവിടെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വൈജ തിരയുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണില്ല. അപ്പോഴാണ് ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പ് കാണുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് തുറന്നു നോക്കിയിട്ട് അതിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസൊക്കെ നോക്കുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് സ്വർണവും 17,000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ കാണും. അപ്പോൾ അത് കണ്ടപ്പോൾ വായിച്ച് ചെന്നിട്ട് പിള്ളേരോട് ചോദിക്കും എന്താണ് ഈ 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സിൻ്റെയും കാര്യം ചോദിക്കും. അപ്പോൾ ബബിത പറയും അത് അലീന ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സിൻ്റെയും സ്വർണ്ണത്തിൻ്റെയും കണക്കാണ്. അപ്പോൾ വൈജ ചോദിക്കും ഇത്രയും ഒരു ജോലിക്കാർക്ക് ഇത്രയും രൂപയുടെ സ്വർണവും ഡ്രസ്സും വാങ്ങി കൊടുക്കേണ്ട ആവശ്യം ഇവിടെ എന്താണുള്ളത് എന്ന് പറഞ്ഞിട്ട് വൈജ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബബിത പറയുകയാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് അലീനേച്ചിക്ക് ആ ഡ്രസ്സ് ഡീപ്പിച്ച് കൊടുത്തതും സ്വർണ്ണം ഡീപ്പിച്ച് കൊടുത്ത് അലീനേച്ചിനെ ഇവിടെ നിന്ന് യാത്രയാക്കിയതും, ഞങ്ങൾക്ക് അതിലൊരു വിഷമവും ഇല്ല, അമ്മ അതിൽ പ്രശ്നം ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ ഇത് വൈജ ഒതുങ്ങുന്നില്ല. വൈജ വീണ്ടും മനുവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോഴെ തന്നെയാണ് ഇങ്ങനെ പ്രശ്നം സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുവും ഇങ്ങനെ കുത്തുന്ന സംസാരം, അതായത് വൈജയുടെ പാസ്റ്റിനെ കുറിച്ച് ചെറുതായിട്ട് കുത്തുന്നൊരു സംസാരം മനു സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വൈജയുടെ ഉള്ളിൽ ആശങ്കയുണ്ട്. ഇങ്ങനെയാണ് കടപ്പാട്ടൂർ വീട്ടിലെ അവസ്ഥ. പക്ഷെ നാളെ മറ്റേ സ്റ്റാൻലിയുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അലീന ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്റ്റാൻലി അന്വേഷിച്ചിട്ട് റൂമിലോട്ട് പോവുകയാണ്. സ്റ്റാൻലി അന്വേഷിച്ച് റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോഴാണ് സ്റ്റാൻലി ഇരുന്ന് മദ്യപിക്കുന്നത് കാണുന്നത്. അപ്പം മദ്യപിക്കുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ പെട്ടെന്ന്, കാരണം അവൾക്കത് ശീലമില്ലല്ലോ കണ്ടിട്ട്, അവൾക്ക് ആകെ വിഷമവും സങ്കടവും അതുപോലെ ഒരു അപരിചിതത്വവും തോന്നും ആ മദ്യപാനത്തിനോട്.
അത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേടെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.